നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ആരും ആശ്വസിപ്പിക്കാൻ നോക്കണ്ട, അതിന്റെ ഒക്കെ സമയം കഴിഞ്ഞു. അറിയോ നിനക്ക് ഈ വേദന മനസ്സിൽ വെച്ച് എത്ര കാലമായിട്ട് ഞാനിവിടെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളും നിങ്ങളൊക്കെ തെരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചും ഇവൻ. ജ്യോതി, നീ എന്താ മനുവിനോടൊന്നും ചോദിക്കാത്ത? ഞാൻ ചായ എടുക്കാം. சார் என்ன சார், உட்காருங்க சார். உட்காரம்மா. ഉക്കാറുങ്ക സാർ. ശരവണചരനെ സാറെന്നൊന്നും വിളിക്കണ്ട, പണ്ടത്തെ പോലെ മനു എന്ന് വിളിച്ചാൽ മതി. ഏയ്, അതൊന്നും പറ്റാതെ സാർ. പഠിച്ച പഠിപ്പുകളിലൊരു മര്യാദ കൊടുക്ക വേണ്ടേ? IAS ഓഫീസർ എന്നാ ചുമ്മാവാ. ചേച്ചി, ഞാൻ ജ്യോതിയോടൊന്ന് സംസാരിച്ചോട്ടെ. മനു, അവളുടെ കണ്ടീഷൻ അറിയാലോ. സാർ മേഡം, ഇപ്പോഴും അന്ത വീട് താനാ? ഞങ്ങൾ പിന്നെ എവിടെ പോവാനാ? ഇങ്ക പെரிய കഷ്ടം വേണം, ഒരുപാട് പ്രോബ്ലംസ് ഇருக்கு. അത് വരും പോകും വരും, എല്ലാം ശരിയാവും. ജ്യോതി, എനിക്ക് ജ്യോതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വേണ്ട മനു, നമുക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഇപ്പോ അതൊന്നുമില്ല. സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ, അത് മതി. ഒരിക്കലും എന്നെ ഓർക്കരുത്, നമുക്കിടയിലുണ്ടായിരുന്ന കാര്യങ്ങളും. ജ്യോതി, സംഭവിച്ചതൊക്കെ എനിക്കറിയാം, പക്ഷേ അതിൽ ജ്യോതിക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. മനു പ്ലീസ്, കാലങ്ങൾക്ക് ശേഷം കാണുക നമ്മള്. നമുക്ക് ഇനി നല്ല ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാം. നോ ജ്യോതി, ഇത് താൻ അറിഞ്ഞേ പറ്റൂ. തനിക്ക് എന്താ സംഭവിച്ചെന്ന് താൻ അറിഞ്ഞേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? കേൾക്കണം, കേട്ടേ പറ്റൂ. ജ്യോതി, നീ ഇത് കേൾക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇത്രയും കാലം ഞാൻ നിന്നെ തെരഞ്ഞു നടക്കായിരുന്നു, ഇക്കാര്യം എങ്ങനെയാലും നിന്നോടൊന്ന് പറയാൻ. എന്താ മനുവിന് പറയാനുള്ളത്? നീ നശിച്ചൊന്ന് കരുതുന്നില്ലേ? അതിന്റെ കാരണക്കാരൻ ഞാൻ കൂട്ടുകാരനാണെന്ന് കരുതുന്നില്ലേ? പക്ഷേ അന്ന് സംഭവിച്ചത് അതല്ല.
പച്ച കള്ളുവാ നീ പറയുന്നേ. അല്ല, തെറ്റിയത് ഞാനാ. നീ നശിച്ചതിന്റെ ഉത്തരവാദി ഞാനാ. ഞാൻ മാത്രമാ. ഏതോ പ്രശ്നം ഇருக்கு. ഇവൻ ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് ഇപ്പോഴാ ജ്യോതി. അല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛനോടെങ്കിലും ഞാനിതൊക്കെ സൂചിപ്പിക്കായിരുന്നു. ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും കാലം നീ ശിക്ഷ അനുഭവിച്ചില്ലേ? ഇനി ഇത് മതിയാക്കാം. ജ്യോതി, ഞാൻ നിന്നെ സ്വീകരിക്കാം. ജ്യോതി, ജ്യോതി, ഒന്നുമില്ല. എന്നെ ആരും ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. അറിയോ നിനക്ക് ഈ വേദന മനസ്സിൽ വെച്ച് എത്ര കാലമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നു? എന്നിട്ടിപ്പോ തിരക്കി വന്നിരിക്കുന്നു. സത്യം പറ, സ്വീകരിക്കൂ. എന്നെ മാത്രമല്ല, അന്നും മനു എനിക്ക് തന്ന സമ്മാനം ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയ ഷോക്ക്. അതില് 9 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ആദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.